കുട്ടനാട് സീറ്റിനെ ചൊല്ലി UDF-ൽ തർക്കം രൂക്ഷമായി. കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിൽ നിന്നും സീറ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP സണ്ണി ജോസഫിന് കത്ത് നൽകി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ആഗ്രഹിക്കുന്നതെന്നും കൊടിക്കുന്നിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം ദി ബിഗ് ഗസ്റ്റ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തുടർച്ചയായി പരാജയപ്പെടുന്ന കുട്ടനാട് സീറ്റിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നതാണ് പൊതുവികാരമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈനഗിരി പഞ്ചായത്തിലടക്കമുണ്ടായ വിജയം ചൂണ്ടിക്കാട്ടിയാണ് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം ആരംഭിച്ചത്. 13 പഞ്ചായത്തിൽ 10 പഞ്ചായത്തിൽ UDF അവിടെ ജയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകളെല്ലാം തന്നെ UDF ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തും UDF പിടിച്ചു. ഒരെണ്ണത്തിൽ ഒപ്പത്തിനൊപ്പം അത്രയ്ക്ക് കോൺഗ്രസിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. അപ്പോൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തീർച്ചയായും ആ സീറ്റ് UDF-ന് ലഭിക്കും എന്നുള്ളതാണ് വസ്തുത. ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വൈസ് ചെയർമാൻ റജി ചെറിയാൻ കുട്ടനാട് പ്രചാരണവും ആരംഭിച്ചു. കേരള കോൺഗ്രസിന്റെ നീക്കത്തിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള നീക്കവും കൊടിക്കുന്നിൽ സുരേഷ് ആരംഭിച്ചു. പ്രവർത്തനത്തിന്റെ രംഗത്ത് ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉദാസീനതയോ അല്ലെങ്കിൽ അലംഭാവമോ കാണിക്കാറില്ല. അപ്പോൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അത് KSUവിലാകട്ടെ, യൂത്ത് കോൺഗ്രസിലാകട്ടെ, കോൺഗ്രസിലാകട്ടെ, അല്ലെങ്കിൽ പാർലമെന്റ് രംഗത്താകട്ടെ, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് അത് പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ പാർട്ടിക്ക് ഏതൊക്കെ തരത്തിൽ അത് ഗുണകരമാക്കി എടുക്കാൻ പറ്റൂ അങ്ങനെ നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നിയമസഭാ സീറ്റ് അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം എന്നിവയാണ് കൊടിക്കുന്നിൽ ലക്ഷ്യമിടുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.